ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്യാമറയും ഒളി ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള കളികളാണല്ലോ നടക്കുന്നത്. ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഒക്കെ ഇപ്പം ഇതാണ്. അതിനായിട്ട് കുറച്ച് ആളുകൾ മെനക്കെട്ടിക്കണു. പണ്ടുള്ള ആളുകൾ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞിരുന്നത് എന്താ അറിയോ? വയറ്റിലാകാതെ നോക്കണേന്നാ. ഇപ്പോൾ പെൺകുട്ടികൾ വൈറലാകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. രണ്ടിനും ചെറിയ മാറ്റം തന്നെ ഉള്ളൂ. എന്തായാലും അവളുടെ റീച്ചിനും നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഒരു ചങ്ങായിനെ കുഴിയിൽക്കണ്ട ആക്കിയപ്പോൾ അവൾക്ക് സമാധാനമായി. ഇനിയൊരു കാര്യം ചെയ്യേ, എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇതിൻ്റെ പേരിൽ ആരൊക്കെ എന്നെ ഫോളോ ചെയ്തിരുന്നു, ലൈക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നിന്നെ ഇതിൻ്റെ പേരിൽ വിളിച്ചിട്ട് അഭിനന്ദിച്ചിരുന്ന കുറേ ആളുകളില്ലേ, ഓലൊക്കെ പട കൂടിയിട്ട് ഇനി അതെന്താ വെച്ചാൽ ചെയ്തല്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു ട്രോഫിയാണ്. ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ ഇത്രയും മോശക്കാരനാക്കിയിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കണ്ട എല്ലാ മനുഷ്യർക്കും അറിയാം അതിൽ അയാൾ അങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല അയാളെ ക്യാമറ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഉന്തി തിരക്കി തന്നെ ഉന്തിക്കോ എന്നെ തോണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഈ ക്യാമറയും പിടിച്ചും കൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എന്താ ഞാൻ വിചാരിച്ചറിയോ, വേറൊരുത്തി ഇറങ്ങിയിരുന്നില്ലേ ഇതേപോലെ ബസ്സിൽ നിന്ന് ഇങ്ങനെ അവളുടെ മുഖമൊക്കെ സേഫ്റ്റി ആക്കിയിട്ട് മാസ്കൊക്കെ വെച്ചിട്ട് പിടിച്ചില്ലേ, അവളെ ട്രോള് എന്നാണ് വിചാരിച്ചത് ഞാൻ ഇവളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ. പിന്നെ മനസ്സിലായത്, ഇവളുടെ പേജും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന്മേ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് കളിച്ചൊരു കളിയാണെന്നുള്ളത്. ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇവളെ ഏർപ്പിക്കണം. കാരണം ഇത് കണ്ട ആരും ഇത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. എന്താണ് അയാളെ കാണിക്കണേ ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു ക്യാമറയും തൂക്കിയും കൊണ്ട് എന്ത് തമ്മാടിത്തരം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വിമർശനങ്ങൾ അപ്പം തന്നെ അതിൽ വന്നിട്ടുണ്ട്. അതൊന്നും അവൾ വകവെച്ചില്ല. അവളത് മാക്സിമം എല്ലാവർക്കും എത്തിക്കാനാണ് നോക്കിയത്. അതിന് പുറമെ അവൾ എക്സ്പ്ലെയിനും കൊണ്ട് വീണ്ടും വീഡിയോ ഇങ്ങനെ ഇട്ടും കൊണ്ടിരുന്നു. അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ. എന്തായാലും ആ കുടുംബത്തിന് പോയി, അത്ര തന്നെ. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോഴേ അയാൾക്കും തിരിച്ചതുപോലെ പ്രതികരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ തെറ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ചെയ്ത വീഡിയോയിൽ വേണം. ഇത് രണ്ടുമില്ല, നിങ്ങളെ തോണ്ടി നിങ്ങളെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് അപ്പം ചോദ്യം ചെയ്യണം നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതാണൊരു മാന്യത. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുക. നിങ്ങളൊരു ക്യാമറ ഫോണും എടുത്തും കൊണ്ട് ഇറങ്ങിയിട്ട് ഈ റീച്ചിനും ലൈക്കിനും 10 പേരുടെ അടിയിൽ ആളാവാനും ചെയ്യുന്ന ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തന്നെ വേണം, ഇതാവണം പെണ്ണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ചിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? അവരൊക്കെ നല്ലോണം ഫുഡും കഴിച്ച് ഏമ്പക്കം വിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ഈ മനുഷ്യനെ അയാളെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ, എനിക്കിനി ജീവിക്കാൻ കഴിയൂല, ഞാൻ അത്രയും മാനം കെട്ടുമെന്ന്. ഇതിൽ നിന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യാം, അയാളുടെ ബുദ്ധിമോശം കൊണ്ട് അയാളുടെ ജീവനെ എടുത്തു. ഇനിയിപ്പോൾ എന്താ ഇവള് പറയാം? എന്തായാലും സംഭവം അവൾക്ക് നല്ല പണിയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ലാതെ ഒരു ഊഹാപോഹത്തിൻ്റെയും അതല്ലെന്നുണ്ടെങ്കിൽ വാക്കാലുള്ള കാര്യങ്ങളിലും പുറത്ത് വിടുമ്പോൾ അത് എവനായിക്കോട്ടെ സോഷ്യൽ മീഡിയ കൂടെ കളിക്കുമ്പോൾ പഴയ മാതിരിയൊന്നുമല്ല, നല്ല പണി കിട്ടും. അത് നല്ലോണം ഓർത്തോ. ഒരുത്തി ബസ് കയറിയിട്ട് കാട്ടിയിട്ട് ഓള് നന്നായിട്ട് നാട്ടുകാരനെ സോഷ്യൽ മീഡിയ കൂടെ ഇട്ടിട്ട് തിരിച്ചു അതേമാതിരിയാണ് കൈകാര്യം ചെയ്തു. അപ്പോൾ ഓളെന്ത് ചെയ്തു? അങ്ങോട്ട് ഒതുങ്ങി. അതിൻ്റെ പുറകെയാണ് ഇവളും വന്നത്. എന്തായിരുന്നു ഓളെ നിർത്തം? ഇങ്ങനെ പിടിച്ചിട്ട് അവളിങ്ങനെ നിന്ന് എന്നിട്ട് ഇയാളെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക. എന്തിനാ? എന്നാ തട്ടിക്കോ, എന്നാ വരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാളെ എനിക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ ബസ് നിന്നാണ്ട് ഇറങ്ങി പോവുക. അതല്ലെങ്കിൽ അയാളോട് പറയാം, നിങ്ങൾ എനിക്ക് നിൽക്കുന്നത് അത്ര കംഫർട്ടായിട്ട് തോന്നില്ല, നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്ന ആളോട് പറയാം. അത് അതൊക്കെ അല്ലേ ആ വീഡിയോയിൽ പെടുത്തേണ്ടിയിരുന്നത്. എന്നിട്ടും അയാൾ അതിനെ നിഷേധിക്കുക, എതിർക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. നിങ്ങൾ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൽ തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അല്ലാണ്ട് എന്നെ ചെയ്തു, എൻ്റെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനമുള്ളൊരു മനുഷ്യൻ പിന്നെ ജീവിച്ചിരിക്കൂല. അത് ഇതുപോലെ ഒരു പൊട്ട് കയറുമേ അങ്ങോട്ട് തീരും. അപ്പോൾ ആ മക്കൾക്ക് അച്ഛനില്ലാണ്ടായി. നിജ് സുഖമായി ജീവിക്കുക, നിൻ്റെ മക്കളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക. അയാളുടെ ഭാര്യ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഒക്കെ അയാളെ ആശ്വസിപ്പിക്കാൻ കുറേ നോക്കിയിരുന്നു. പക്ഷെ അത്രയും മനക്കെട്ടില്ലാത്തൊരു മനുഷ്യനാകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു മകളെ? ഈ പാപമൊക്കെ എവിടെ കൊണ്ടുവെക്കും? വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തരം കൊണ്ടും റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിക്കണോ. ആണിൻ്റെ മാനത്തിനോ ആണിൻ്റെ ജീവനോ ഒരു വിലയില്ല ഈ സമൂഹത്തിൽ. എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഒരാണ് പെണ്ണിനെ ചെയ്തിട്ട് ആ പെണ്ണ ആത്മഹത്യ ചെയ്തിക്കണെന്ന് വെച്ചെങ്കിൽ എത്ര ആൾ കൊടി പിടിച്ച് റോട്ടിലിറങ്ങാണ്ടാവും? എത്ര ആൾ അവൻ്റെ വീട് കത്തിക്കാണ്ടാവും? ഇതെന്താ ആണിന് നമ്മുടെ നാട്ടിൽ ഒരു പ്രയോറിറ്റി ഇല്ല? എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ്. പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് അതിന് കൂട്ടുപിടിക്കാൻ കുറേ ആളുകളും. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണു ഇവളിത് വൈറലാകാൻ കാണിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്മേൽ വല്ലാണ്ട് കയറി കളിക്കാത്തത്. ഓളൊന്നും കൂടി സപ്പോർട്ട് ചെയ്യണമായിട്ടുള്ള പരിപാടിയാവുമല്ലത്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാറുന്നത്. പക്ഷെ എന്നാലും മരിച്ചു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. എന്തിൻ്റെ പേരിൽ? ഇതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ? അതുകൂടി വേണേ കേട്ടോ.
ഇനി ഒറിജിനലായിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് രംഗത്ത് വരാനോ അതല്ലെങ്കിൽ അത് വീഡിയോ പിടിക്കാനോ ഇനി സമൂഹം സമ്മതിക്കൂല. കാരണം എന്താ അറിയോ, ഇനി ഒരു പെണ്ണ് ഒറിജിനലായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നാട്ടുകാർ കയറി ഇടപെടും. നീ എന്തിനാ ക്യാമറയിൽ പിടിച്ചു, നീ എന്തിനാ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താവും, ആ പെൺകുട്ടിക്ക് അവിടെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല, നിൻ്റെയൊക്കെ കഴപ്പ് കാരണം. അതാദ്യം മനസ്സിലായിക്കോ. അപ്പോൾ ഇത് മുതലെടുത്തിട്ട് പല ആളുകളും ഇനി ഇത് ചെയ്തും കൊണ്ട് തന്നെ ഇരിക്കും. ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാണ്, എന്തിനും റെഡി ആയിട്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ പിന്നെ ഈ റോട്ടിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങി വരുന്നത്. ഒന്നിനും ഒരു പേടിയില്ല. ഇപ്പോൾ നോക്കിയേ, ആണുങ്ങളെക്കാൾ കൂടുതൽ MDM കൊണ്ടും മറ്റേ കഞ്ചാവും കൊണ്ടൊക്കെ പിടിക്കുന്നത് പെണ്ണുങ്ങളെ. അതായിക്കൊണ്ട് നമ്മുടെ കാലഘട്ടം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നെയ്സിലൊന്ന് വൈറലാകാൻ പറ്റിയ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കലാണ് ഈ ആണുങ്ങളെ നെഞ്ഞത്തേക്ക് കയറൽ. അതിനായിട്ട് കുറച്ച് അവളുമാർ ഇറങ്ങിയിട്ടുമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് രംഗത്ത് ഇറങ്ങണം, മറ്റേ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണം, ഒന്ന് റീച്ച് ആക്കണം എന്ന് വിചാരിച്ചിട്ട്. അവൾ ആ ബസ്സിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇതാ ഒന്ന് കണ്ടു നോക്കിയേ, എവിടെയെങ്കിലും ആ ചെങ്ങായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അയാളെ പണി നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ അങ്ങനെ തോണ്ടി പിടിച്ചു എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൾ അങ്ങോട്ട് ഇങ്ങനെ ചെല്ലുക, എന്തിന് എന്നാ തോണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. അതാണ് കാണുന്ന എല്ലാവർക്കും അതാണ് മനസ്സിലായത്. എന്തായാലും ഇയ്യും എൻ്റെ കുടുംബം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അയാളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗത്തേക്കാക്കിയില്ലേ. ഇനിയിപ്പോൾ അയാളെ പോയിട്ടുള്ളൂ, അയാളുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യ വീട്ടുകാരുണ്ട്, സ്വന്തം വീട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ഇപ്പം ഇങ്ങനെ നാണം കെട്ട മനുഷ്യനായില്ലേ അയാൾ. അല്ല അയാളുടെ ഫാമിലി ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കട്ടോ. ഇത് കണ്ടിട്ടും പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ശരി, എന്നാൽ ഇനി ആർക്കെങ്കിലും ക്യാമറയും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുക. എന്നിട്ട് ആരെങ്കിലും കൊല്ലാനോ മറ്റേ ചാവാനോ എന്തിനേലും പറ്റിച്ചെങ്കിൽ അതൊക്കെയാണ് ചെയ്യും. കേട്ടില്ലേ? ആണുങ്ങൾക്കൊരു വലിയ നിലയില്ലല്ലോ നമ്മുടെ നാട്ടിൽ. ആണിന് എന്ത് സംഭവിച്ചാലും ഇവിടെ ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല ആരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യും ഒക്കെ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആണുങ്ങളുണ്ട്. എന്താ പറയുക, നിനക്കില്ലടാ ഉമ്മ, നിനക്കില്ലടാ പെങ്ങന്മാരെ എന്നിങ്ങനെ തൊള്ളക്ക് പറയുന്നവരോട് നിങ്ങൾക്ക് ആങ്ങളി വാപ്പി അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള ആളുകൾ തന്നെയല്ലേ നിങ്ങളും ഒക്കെ. അപ്പോൾ ആ ഒരു സ്ഥാനം തന്നെയാണ് ഈ പുറത്തുള്ള ആണുങ്ങൾക്കും. ആരെങ്കിലും എന്തെങ്കിലും മോശത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പിടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പൂർണ്ണത അതിൽ വേണം. അല്ലാതെ ഇന്നലെ ഓൻ തോണ്ടി മിനിഞ്ഞാന്ന് ഓൻ തോണ്ടി എന്നും പറഞ്ഞിട്ടൊരു മനുഷ്യനെ വീഡിയോയിൽ കൊടുത്തിട്ട് ഒരു തെളിവില്ലാതെ മാനം കെടുത്താനും സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ അഴി എണ്ണുന്ന ആളുകൾ അവരാവൂല, നിങ്ങളാവും. അത് ഓർത്തോ. സംഭവമൊക്കെ ശരിയാണ്. ശരി എന്നാ. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.